വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വയ്ക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ആവശ്യമായി ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് ബ്രെഡിൽ തേച്ച് കൊടുക്കണം. സ്പൂൺ കൊണ്ട് ഇതുപോലെ എടുത്ത് നമുക്കിങ്ങനെ ബ്രെഡിലേക്ക് തേച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് തേച്ച് കൊടുത്താൽ മതിയാവും. ഇതേപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഇനി ഇത് നമുക്ക് 4ആയിട്ട് മുറിച്ചെടുക്കാം. ഇതേപോലെ ഇങ്ങനെ മുറിച്ചെടുക്കണം. ഇനി ഇത് ഇങ്ങനെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡിൻ്റെ പൊടിയിൽ നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. മുട്ട പൊട്ടിച്ച് ഒരു പൊടിക്കുപ്പിട്ട് അടിച്ചെടുത്തതാണ്. ഇനി ഇത് ബ്രെഡ് പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതെല്ലാം നമ്മളിങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. തീ കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ചെറിയ തീയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം.
വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു 4 മണി പലഹാരമാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.